ഹലോ, ഇന്നൊരു പിക്നിക് ഡേ ആണേ. ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ പിക്നിക് ഡേ ആണോ ഇത് എന്നൊക്കെ തോന്നും. എന്നാലും ഞങ്ങൾക്കിതൊരു പിക്നിക് ഡേ ആയിരുന്നു. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് നല്ല ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലൊക്കെ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു മിനി ട്രാവലിംഗ് ആയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടായി അഴിമുഖത്തേക്കാണ്. ഈ കാണുന്നത് താനൂർ ഉണ്ണിയാൽ ബീച്ച് റൂട്ടാണ്. ഈ ഒരു ബീച്ചിലൂടെയാണ് നമ്മൾ കൂട്ടായിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഈ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അഴിമുഖത്തേക്കാണ് പോയത്. ഞങ്ങളിവിടെ കൂട്ടായി അഴിമുഖത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കയറാൻ വേണ്ടിയിട്ട് പാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ട് കുട്ടികളെ പാർക്കിലേക്കും ഒക്കെ ഇറക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാണ്ട് നേരെ ബീച്ചിലേക്കാണ് വിട്ടത്. ബീച്ചിൽ അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളെ സ്പെഷ്യൽ. പിന്നെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം ആയാലും ഞങ്ങൾ എത്തിപ്പെട്ടത് നല്ലൊരു സ്പോട്ടിലായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ സെറ്റ് ചെയ്തു, പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മക്കളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഇനി ഞങ്ങൾ ഈ ബീച്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു പാർക്കിലേക്കാണ് പോയത്. ഈ ഒരു പ്ലേ ഏരിയയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് 50 രൂപയാണ് വരുന്നത്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് ഇതിൽ. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈവനിങ്ങിൽ ഒരു 5 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് ബ്ലൂ വേവ് ഫാമിലി പാർക്കിലേക്കാണ്. ഈ ഒരു പാർക്കിലേക്കുള്ള എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 30 രൂപയാണ്. പൂൾ ഏരിയയിലേക്കുള്ള എൻട്രി ചാർജ് വരുന്നത് ഒരു കുട്ടിക്ക് 50 രൂപയാണ്. ഗായ്സ്, ഇന്ന് നമ്മൾ പൂളിൽ കുളിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ആരാണ് ഫസ്റ്റ് ഏറ്റവും മുമ്പിൽ എത്തുക ഓടിപ്പോയിട്ട് ചാടിയിട്ട്, അതാണെന്ന് നമ്മൾ നോക്കാൻ പോണേ. നമുക്ക് പോവാം വീഡിയോയിലോട്ട്.
ടൈം ലിമിറ്റ് ഒന്നുമില്ല. പൂൾ ഏരിയയിൽ എത്ര ടൈം വേണമെങ്കിലും കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇവിടുത്തെ പെറ്റ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പെറ്റ്സിനൊക്കെ ഒന്ന് കണ്ടാലോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വരുന്നൊരു പ്ലേ ഏരിയ ആണ് കേട്ടോ ഇത്. പൂളിലെ കളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴത്തേനും നൈറ്റ് ആയിരുന്നു. പെറ്റ്സ് ഏരിയയിൽ വന്നിട്ട് മോന് പാമ്പിനൊക്കെ ഒന്ന് കഴുത്തിലിട്ടു. അവിടുത്തെ ഫിഷിനൊക്കെ ഒന്ന് ഫുഡ് ഫീഡ് ചെയ്തു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം നൈറ്റ് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു പിക്നിക് ഡേ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഇറങ്ങാൻ നേരത്തെ ഈ ഒരു ടീ ഷോപ്പിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.